എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്റർവ്യൂവും അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറും 8-ാം തീയതി 9-ാം തീയതി ആയിട്ട് നമ്മുടെ EMS സെമിനാർ ഹാളിൽ നടക്കുന്നുണ്ട്. ഈ സെമിനാർ ഹാൾ എവിടെയാണെന്ന് പലർക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഡൗട്ട്സ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ. അപ്പോൾ ഈ സെമിനാർ ഹാൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കടന്നു വരുന്ന ആ ഒരു വഴിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സെമിനാർ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. 8, 9 തീയതികളിലാണ് നമ്മുടെ ഈ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. 8-ാം തീയതി BPSും അതുപോലെ തന്നെ 9-ാം തീയതി ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് നമ്മുടെ BPEdന്റെ അഡ്മിഷൻ നടക്കുന്നത്. ഈ പറഞ്ഞ BPEdന്റെയും BPSന്റെ ഒരു ഫുള്ളായിട്ടുള്ള ഫീ സ്ട്രക്ചറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഈ ഗ്രാൻഡുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ഫീസിൽ ചെറിയൊരു കൺസെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ 100% ഞാൻ അതിനുള്ള ഉത്തരം തന്നിരിക്കും. അപ്പോൾ നേരിട്ടിട്ട് തന്നെ ഫീ സ്ട്രക്ചറിലേക്ക് കിടക്കാം. ഫീ സ്ട്രക്ചർ BPSൻ്റെയും BPEdൻ്റെയും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഈ ഗേൾസിനും ബോയ്സിനും വേരിയേഷൻ എന്ന് പറയുന്നത്, നമ്മൾ BPEd ബോയ്സ് നിൽക്കുന്നത് സ്പോർട്സ് ഹോസ്റ്റലിലായിരിക്കും അവർക്കുള്ള അക്കോമഡേഷൻ. അതുപോലെ തന്നെ ഗേൾസിന് വരുന്നത് ലേഡീസ് ഹോസ്റ്റലിലാണ്. അപ്പോൾ അവിടെ വരുന്ന അഡ്വാൻസിൻ്റെയും അവിടുത്തെ റെൻറ്റിൻ്റെയും ചെറിയ വേരിയേഷൻ ഈ ഫീ സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ബാക്കിയെല്ലാം എല്ലാം സെയിം ആയിരിക്കും. പിന്നെ BPEdൻ്റെയും BPSൻ്റെയും ചെറിയ വേരിയേഷൻ ഉള്ളൂ. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എത്ര വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ട്, അപ്പോൾ ഞാനതിൽ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയുന്നത് ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പോൾ ആദ്യം പറയുന്നത് അഡ്മിഷൻ ഫീസാണ്. അഡ്മിഷൻ ഫീസ് BPSൻ്റെ ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ഫീസ് BPSന് വരുന്നത് 6065 രൂപയാണ് അഡ്മിഷൻ ഫീസായിട്ട് BPSന് വരുന്നത്. പിന്നെ പറയുന്നത് ട്യൂഷൻ ഫീസാണ്. ട്യൂഷൻ ഫീസ് 19,405 രൂപ. 19,405 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് BPSന് വരുന്നത്. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് 280 രൂപ ചോദിക്കുന്നുണ്ട്. കോഷൻ ഡെപ്പോസിറ്റ് 280 രൂപ. പിന്നെ സ്വിമ്മിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ മേടിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് ഫീ 1000 രൂപ. അതുപോലെ തന്നെ PTA ഫണ്ട് 630 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഫീ പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫീ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. അഡ്മിഷൻ ഫീസ്, ഹോസ്റ്റലിൻ്റെ അഡ്മിഷൻ ഫീസ് 500 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് 4500 രൂപയും മേടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെൻറ്റ് 6 മാസത്തിന് 1200 രൂപയാണ്. 1200 രൂപ 6 മാസത്തെ റെൻ്റാണ്. സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ 1200 രൂപയാണ്. ഈ പറഞ്ഞ ഹോസ്റ്റലിൻ്റെ കേസിലാണ് ഗേൾസും ബോയ്സും ചെറിയ ഫീയുടെ കാര്യത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് BPSന് വരുന്നത്, ഫീസ് വരുന്നത് 35,040 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത് BPSൽ. പിന്നെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. 35,040 രൂപ. അപ്പോൾ BPSൻ്റെ ഫീ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് BPEdൻ്റെ ഫീ സ്ട്രക്ചറിലേക്ക് കിടക്കാം. ഒരുപാട് പേര് BPEdൻ്റെ ഫീ സ്ട്രക്ചർ അറിയാനായിരുന്നു ഒരുപാട് പേര് മെസ്സേജിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അഡ്മിഷൻ ഫീ 6065 രൂപയാണ് BPEdന് വരുന്നത്. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ വരുന്നത് 18,195 രൂപയാണ്. 18,195 രൂപയാണ് ട്യൂഷൻ ഫീസായിട്ട് വരുന്നത്. കോഷൻ ഡെപ്പോസിറ്റ് 280 സെയിം ആണ്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഫീ 1000 രൂപ വരുന്നുണ്ട്. പിന്നെ PTA സെയിം ആണ്. 630 രൂപയാണ് BPEdന് വരുന്നത്. പിന്നെ സ്പെഷ്യൽ ഫീസ് 500 രൂപ അഡ്വാൻസ് ആയിട്ട് ഹോസ്റ്റലിൻ്റെ അങ്ങനെ വരുന്നുണ്ട്. കോഷൻ ഡെപ്പോസിറ്റ് 4500, അതായത് 4500 രൂപ കോഷൻ ഡെപ്പോസിറ്റിൽ വരുന്നുണ്ട്. പിന്നെ റെൻറ്റ് 6 മാസത്തെ റെൻറ്റ് ഒരുമിച്ചായിരിക്കും. അപ്പോൾ 1200 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ അവരുടെ ടോട്ടൽ BPEd കോഴ്സിൻ്റെ ടോട്ടൽ വരുന്നത് 33,830 രൂപയാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് പറയുന്നത്. ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ BPSനും BPEdലും. 35,040 ആണെങ്കിൽ BPEdന് വരുന്നത് 33,080 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. പിന്നെ SC ST അതുപോലെ തന്നെ ഗ്രാൻഡ് ഉള്ള ആളുകൾ ഈ പറഞ്ഞ ഫീസുകളിൽ നിന്നൊക്കെ കൺസെഷൻ ഉണ്ടാവും, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ചെറുതല്ല, ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ SC STയിലൊക്കെ വരുന്ന കുട്ടികൾ സ്റ്റുഡൻസ് അടയ്ക്കേണ്ട ഫീസ് എന്ന് പറയുന്നത്, ഒന്ന് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഫീ 1000 രൂപ അടയ്ക്കേണ്ടി വരും. അത് നമുക്ക് സ്വിമ്മിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സെക്ഷൻ വരുമ്പോൾ അവിടെയുള്ള പൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസിൻ്റെ കാര്യത്തിലാണ് 1000 രൂപ മേടിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ കാര്യത്തിലും ഒരു ചെറിയൊരു എമൗണ്ട് കൂടെ അടയ്ക്കേണ്ടി വരും. ബാക്കിയെല്ലാം അവർക്ക് ഈ ഗ്രാൻഡ് മുഖാന്തരം അത് ക്ലൈം ആവും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഫീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ ഫീ സ്ട്രക്ചർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഒരുപാട് പേരുടെ എൻക്വയറി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉപകാരപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള കാര്യം, ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, GCP ആണോ അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജാണോ അതുപോലെ തന്നെ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോളേജാണോ ബെറ്റർ എന്ന് ചോദിച്ചു. ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഈ 2 കോളേജുകളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത്. 2 കോളേജുകളും നല്ല കോളേജുകളാണ്. നമ്മൾ പറയുമ്പോൾ 2 കോളേജുകളും നല്ല കോളേജുകളാണ്. വെക്കേഷൻ പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന സമയത്ത് 2 കോളേജുകളിലും അത്യാവശ്യം നല്ല ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ചില സബ്ജക്റ്റുകൾക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ബാക്കിയെല്ലാം നല്ല എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ക്ലാസ് എടുക്കാനൊക്കെ കഴിയുന്ന അധ്യാപകർ തന്നെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലാണെങ്കിൽ ഒരുപാട് ഒഫീഷ്യേറ്റിംഗ് പരിപാടികളൊക്കെ നമുക്ക് കിട്ടും ഈ ഓൾ ഇന്ത്യ പോലുള്ള പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത്. എന്ന് മറിച്ച് ഗവൺമെൻറ്റിൽ ഒട്ടും കിട്ടുന്നില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. അവർക്കും ഇതുപോലെ തന്നെ സ്റ്റേറ്റ് മീറ്റുകളും അതുപോലെ തന്നെ ഒഫീഷ്യേറ്റിംഗ് പരിപാടികൾ കാര്യങ്ങളൊക്കെ അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈക്വലാണ് രണ്ടും. എനിക്ക് പറയാനുള്ള ഒന്നുകൂടെ, ഞാൻ ഇവിടെ പഠിച്ചത് കൊണ്ടായിരിക്കണം എൻ്റെ പേഴ്സണൽ ഗവൺമെൻറ് കോളേജാണ് ഒന്നുകൂടെ ബെറ്റർ എന്നുള്ളൊരു സംസാരം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ അവരുടെ ഒരുപാട് പേരോട് ചോദിച്ചപ്പോൾ അവർ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അതാ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും അവിടെ അത്രയ്ക്ക് ഇല്ല. പക്ഷേ അവിടെ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ 2 കോളേജുകളും നല്ല കോളേജുകളാണ്. നിങ്ങളുടെ നമുക്കിപ്പോൾ ഒരുപാട് പേർക്ക് നന്നായിട്ട് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒന്നും നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. നന്നായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കോമ്പറ്റ് ചെയ്ത് മുന്നേറാം എന്നുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം. അവിടെ ഇവിടുത്തെ വെച്ച് അതുപോലെ തന്നെ എല്ലാവരും തന്നെ അന്നേ ദിവസം ഇൻ്റർവ്യൂവിന് അഡ്മിഷൻ പ്രൊസീജിയറിനും വേണ്ടി വരണം എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ 50 പേര് രാവിലെയും ബാക്കി വരുന്ന ആളുകൾ ഉച്ചയ്ക്ക് ശേഷവും വരണം എന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത്തവണ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ അന്നേ ദിവസം 10 മണിക്ക് EMS സെമിനാർ ഹാളിൽ നമ്മുടെ മെൻസ് ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ടുള്ള സെമിനാർ ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. സെൻറ്റർ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അടുത്ത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അങ്ങോട്ട് വരേണ്ട, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ സെമിനാർ ഹാൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 10 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുവരണം. 2 കോപ്പി ഫോട്ടോ വേണ്ടി വരും. പിന്നെ ഫീസ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഏത് കോളേജാണ് ബെറ്റർ കോളേജ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെയാണ് പഠിച്ചത്, സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 കോളേജുകളിലും പഠിച്ച ആളുകളുണ്ട്. ഇപ്പോൾ BPEd ഇവിടെ കഴിഞ്ഞും MPEd അവിടെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ 1-2 പേരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്നത് ഗവൺമെൻറ് കോളേജാണ് ഒന്നുകൂടെ ബെറ്റർ എന്നുള്ളത് അവരുടെ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സജഷനാണത്. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് പഠിക്കാനായിരിക്കും ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഏതാ വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ആദ്യത്തെ 50 പേര് റാങ്ക് ലിസ്റ്റിൽ 50 റാങ്ക് വരെ കിട്ടിയ ആളുകൾക്ക് മാത്രമേ ഈ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾ ഗവൺമെൻറ് കോളേജിലേക്കും പോകും, ചില ആളുകൾ ഇവിടെ സെൻട്രൽ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലേക്കും വരും. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് സീറ്റുകൾ ബാക്കി വരും. ആ സീറ്റുകളിലേക്കായിരിക്കും പിന്നീട് റാങ്ക് ലിസ്റ്റിൽ നിന്ന് വരുന്ന ആളുകളെ സെലക്ട് ചെയ്യുക. പിന്നെ ആ സർക്കുലർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ സർക്കുലറിൽ പറയുന്നുണ്ട് അന്നേ ദിവസം വന്നിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പരിഗണിക്കുന്നല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും 8-9 തീയതികളിൽ ആദ്യം വരുന്നത് BPSൻ്റെ ആണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത്. അതുപോലെ തന്നെ 9-ാം തീയതിയാണ് BPEdൻ്റെ വരുന്നത്. ഓഗസ്റ്റ് മാസം 2024 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ
പറയാനുള്ളത് ലോക്കൽ ഗാർഡിയൻ ആയിട്ട് ഒരാൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ചെറിയ സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് അറിയാം, കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത ആളുകൾ, സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും, രക്ഷിതാവിൻ്റെ ആ ഭാഗത്ത് ഒപ്പ് സൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഒരു കേസിൽ എനിക്ക് ഇത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ, ചില ആളുകളുണ്ടല്ലോ നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ നമ്മൾ തന്നെ സൈൻ ചെയ്യുന്ന ഈ PTA മീറ്റിംഗ്, അങ്ങനെ ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ സൈൻ ചെയ്യണ്ടായി. അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ഒരാൾ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഈ പറഞ്ഞ ഫീസ് സ്ട്രക്ചറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൃത്യമായിട്ട് മിക്കവാറും ആളുകൾ ചോദിക്കുന്നത് ഈ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടായിരുന്നു. പിന്നെ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു, പിന്നെ വന്നപ്പോൾ ഈ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടായിരുന്നു ചോദിച്ചത്. അപ്പോൾ അതാണ് ഈ ഫീസ് സ്ട്രക്ചറിൻ്റെ കാര്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു കാരണം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്നാലേ നമുക്ക് പുതിയ കണ്ടന്റുകൾ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം അഡ്മിഷൻ പ്രൊസീജിയർ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒക്കെ ഉപയോഗപ്രദമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉപയോഗപ്രദമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.